ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? എന്റെ പേര് ലാല. എന്റെ കൂടെ ഇന്ന് കുറച്ചധികം മൃഗങ്ങളും പക്ഷികളും ഉണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് കുറച്ച് വന്യമൃഗങ്ങൾ അഥവാ വൈൽഡ് ആനിമൽസിനെ പരിചയപ്പെടുത്തി തരാം. എന്റെ കൂടെ വരില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലയൺ. മലയാളത്തിൽ ലയണിനെ സിംഹം എന്നാണ് പറയുന്നത്. സിംഹത്തിനെ കാട്ടിലെ രാജാവെന്നാണ് വിശേഷിപ്പിക്കുന്നത്. സിംഹം കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത്. ഇവരുടെ ഗർജനത്തിന്റെ ശബ്ദം നമുക്ക് 5 മൈൽസ് വരെ കേൾക്കാൻ സാധിക്കും. നിങ്ങൾക്ക് സിംഹത്തെ പോലെ ഗർജിക്കാൻ കഴിയുമോ? ഒന്ന് ശ്രമിച്ചേ. ആന. ഇംഗ്ലീഷിൽ എലിഫന്റ് എന്നാണ് ആനയുടെ പേര്. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ലാർജസ്റ്റ് ലാൻഡ് ആനിമൽ. അവരുടെ തുമ്പിക്കൈ കാണുന്നില്ലേ? അവർ അതുപയോഗിച്ചാണ് ഭക്ഷണം കഴിക്കുന്നതും കുളിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഒക്കെ. നോക്കൂ, ഒരു കുട്ടിയാന കൂടെയുണ്ടല്ലേ. നിങ്ങൾ ആനയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ആനയെ കണ്ടിട്ടുള്ളവർ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ജിറാഫ്. ഈ പൊക്കമുള്ള കൂട്ടുകാരനെ നിങ്ങൾക്കറിയുമോ? ഇവനാണ് ജിറാഫ്. ലോകത്തിൽ തന്നെ ഏറ്റവും പൊക്കം കൂടിയ ജീവികളാണ് ജിറാഫുകൾ. ഇവരുടെ കഴുത്തിനു മാത്രം 6 അടി വരെ പൊക്കമുണ്ടാകും. ടൈഗർ അഥവാ കടുവ. നമ്മുടെ പൂച്ചയുടെ വലിയ പൂച്ചയെ പോലെയാണ് കടുവകൾ. ഇവരുടെ നിറം എന്താ? പൊതുവെ ഓറഞ്ച് നിറത്തിൽ കറുത്ത വരകൾ ദേഹത്തുള്ള ജീവിയാണ് കടുവകൾ. ഓരോ കടുവയുടെ ദേഹത്തുള്ള വരകളും വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ എങ്ങനെ വ്യത്യസ്തമാണെന്ന പോലെ. സീബ്ര. സീബ്രകൾ വരയൻ കുതിരയെന്നും മലയാളത്തിൽ പറയാറുണ്ട്. വെള്ളയിൽ കറുത്ത വരകളിലാണ് ഇവരെ കാണപ്പെടുന്നത്. ഇതെന്തിനാണെന്ന് അറിയാമോ? വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ? ചാടി ചാടി വരുന്ന സുഹൃത്തിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അതെ, കാംഗറൂസ്. പൊതുവെ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. അവരുടെ ശക്തിയുള്ള കാലുകൾ ഉപയോഗിച്ച് ചാടി ചാടിയാണ് ഇവർ സഞ്ചരിക്കാറ്. ശ്രദ്ധിച്ചു നോക്കിയേ, ഈ കാംഗറുവിന്റെ വയറ്റിൽ ഒരു സഞ്ചി കാണുന്നില്ലേ? ആ സഞ്ചിയിലാണ് കാംഗറൂസ് അവരുടെ കുഞ്ഞുങ്ങളെ, അതായത് ജോയിസിനെ സുരക്ഷിതമായി കൊണ്ടു നടക്കുന്നത്. കാംഗറുവിനെ പോലെ ഒന്ന് ചാടി നോക്കിയേ. യേ, നല്ല രസമുണ്ടല്ലേ ചാടാൻ? പാൻഡ. ഇവരുടെ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താണെന്ന് അറിയാമോ കൂട്ടുകാർക്ക്? ബാംബു അല്ലെങ്കിൽ മുള. പാൻഡകൾ ഏറ്റവും കൂടുതൽ സമയം തിന്നാനും ഉറങ്ങാനുമാണ് ശ്രമിക്കാറ്. ഇവർ കുറച്ച് മടിയന്മാരാണ്. നിങ്ങൾക്കും പാൻഡയെ പോലെ മടിയുണ്ടോ? മടിയുള്ളവർ അത് മാറ്റാൻ ശ്രമിക്കണേ. അതൊരു നല്ല ശീലമല്ല. മങ്കീസ്. അയ്യോ, കുരങ്ങന്മാരെ അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ഡോറയുടെ പ്രയാണത്തിലെ പൂജിയെ അറിയില്ലേ? പൂജി ഒരു കുരങ്ങനല്ലേ? ഇവർ വളരെ ബുദ്ധിശാലികളായ ജീവികളാണ്. മരത്തിൽ വാൽ കൊണ്ട് തൂങ്ങിക്കിടക്കാനും ചാടി ചാടി മരങ്ങൾ വഴി സഞ്ചരിക്കാനും ഒത്തിരി ഇഷ്ടമാണ് കുരങ്ങന്മാർക്ക്. അവരുടെ വാലുകളും കൈകളും ഉപയോഗിച്ചാണ് ഇവരിത് ചെയ്യുന്നത്. ബെയർ. മലയാളത്തിൽ ഇവരെ കരടി എന്നാണ് പറയുന്നത്. ഇവർ ചെടികളും മീനുമാണ് പ്രധാനമായി ഭക്ഷിക്കുന്നത്. ഇവർ വളരെ വലിയതും ഭാരമുള്ള മൃഗങ്ങളുമാണ്. ചീറ്റ. ചെമ്പുലി അഥവാ ചീറ്റ. കരയിൽ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ജീവിയാണ് ചീറ്റ. നിങ്ങൾക്ക് അവരെ പോലെ അത്ര വേഗം ഓടാൻ സാധിക്കുമോ? കൂട്ടുകാരെ, ഇന്ന് നമ്മൾ എത്ര മൃഗങ്ങളെ പരിചയപ്പെട്ടു എന്നറിയാമോ? 10 മൃഗങ്ങളെയാണ്
നമ്മൾ പരിചയപ്പെട്ടത്. അവർ ആരെല്ലാമാണെന്ന് ഒന്ന് ഓർത്തെടുത്തേ. സിംഹം, ആന, ജിറാഫ്, കടുവ, സീബ്ര, കാംഗറു, പാൻഡ, കുരങ്ങൻ, കരടി, ചീറ്റ. ഇവരെയൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പഞ്ചാര ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.